ത്രിയേക ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമത്തിന് മഹത്വം. പ്രിയ ദൈവജനമേ, ഭാഗ്യവചനധാര എന്ന ഈ പരമ്പരയിലൂടെ നിത്യവും ദൈവവചനം കേൾക്കുവാനും ധ്യാനിക്കുവാനും ദൈവകൃപയിൽ ആശ്രയിക്കുവാനും നിലനിൽക്കുവാനും സമാധാനത്തോടെയും സന്തോഷത്തോടെയും ജീവിപ്പാനും ലഭിക്കുന്ന ഭാഗ്യവചനത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്നത്തെ ധ്യാനചിന്ത സങ്കീർത്തനം 4-ാം അധ്യായത്തിൽ നിന്നുമാണ്. ദാവീദിൻ്റെ ഒരു പ്രാർത്ഥനയാണിത്. തുടക്കം മുതൽ തന്നെ എൻ്റെ നീതിയായ ദൈവമേ എന്നാണ് ദൈവത്തെ വിളിക്കുന്നത്. അതെ, എൻ്റെ നീതിയായ ദൈവമേ എന്ന് വിളിക്കുവാനുള്ള ഭാഗ്യം ലഭിച്ചതോർത്ത് നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. ഞാൻ ഞെരുക്കത്തിലിരുന്നപ്പോൾ നീ എനിക്ക് വിശാലത വരുത്തി, എന്നോട് കൃപ തോന്നി എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ എന്നാണ് 1-ാം വാക്യം നാം വായിക്കുന്നത്. അതേ ദൈവമക്കളെ, നമ്മുടെ ഞെരുക്കത്തിൽ, പ്രയാസങ്ങളിൽ, രോഗങ്ങളിൽ, ആകുല ചിന്തകളിൽ എല്ലാം ആശ്വാസമായി, സൗഖ്യമായി, സമാധാനമായി നമ്മോടൊപ്പമുള്ള ദൈവം, നമ്മുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരമരുളുന്ന ദൈവം, അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവം, ഹല്ലേലൂയ, നമ്മുടെ മേൽ ചൊരിയുന്ന ദൈവകൃപ നമ്മുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരമരുളുക തന്നെ ചെയ്യും. 3-ാം വാക്യത്തിൽ നാം കാണുന്നത് ദൈവത്തോട് ഭക്തിയുള്ളവരെയും ദൈവകൃപയിൽ ആശ്രയിക്കുന്നവരെയും ദൈവം തനിക്കായി വേർതിരിക്കുന്നു എന്നാണ്. എന്ന് പറഞ്ഞാൽ നമ്മെ ദൈവമക്കളായി രൂപാന്തരപ്പെടുത്തുന്നു എന്ന് തന്നെയാണ്. ഈ രൂപാന്തരത്തെ അപ്പോസ്തലനായ പൗലോസ് റോമർക്ക് എഴുതിയ ലേഖനത്തിൽ 12-ാം അധ്യായം 1-2 വാക്യങ്ങളിൽ നാം ഇപ്രകാരം വായിക്കുന്നു: സഹോദരന്മാരെ, ഞാൻ ദൈവത്തിൻ്റെ മനസ്സലിവ് ഓർപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത്, നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമുള്ള യാഗമായി സമർപ്പിപ്പീൻ. ഈ ലോകത്തിന് അനുരൂപമാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവീൻ. ഹല്ലേലൂയ. സങ്കീർത്തനം 4-ാം അധ്യായത്തിൻ്റെ 8-ാം വാക്യത്തിലേക്ക് നമുക്ക് മടങ്ങി വരാം. ഞാൻ സമാധാനത്തോടെ കിടന്നുറങ്ങും, നീയല്ലോ യഹോവേ എന്നെ നിർഭയം വസിക്കുമാറാക്കുന്നത്. ഇന്നത്തെ അനേകം പേരുടെയും പ്രശ്നം സമാധാനത്തോടെ ഉറങ്ങാൻ കഴിയുന്നില്ല എന്നതാണ്. നമ്മുടെ പ്രശ്നങ്ങൾ നമ്മളെ അലട്ടുമ്പോൾ, മനസ്സ് അസ്വസ്ഥമാകുമ്പോൾ ഉറക്കം നഷ്ടപ്പെടുന്ന അനേകർ ഉണ്ട്. നമ്മുടെ ഭാരങ്ങളെയും പ്രയാസങ്ങളെയും ദൈവകരങ്ങളിൽ സമർപ്പിച്ച് മനസ്സിനെ നമുക്ക് സ്വസ്ഥമാക്കാം. എന്നിട്ട് നമുക്കും ധൈര്യമായി പറയാം, ഞാൻ സമാധാനത്തോടെ കിടന്നുറങ്ങും, നീയല്ലോ യഹോവേ എന്നെ നിർഭയം വസിക്കുമാറാക്കുന്നത്. ഹല്ലേലൂയ. ദൈവം എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഈ വചനങ്ങൾ അനുഗ്രഹമായിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. എല്ലാവരെയും ദൈവം തമ്പുരാൻ കാത്ത് പരിപാലിക്കട്ടെ. യേശുവിൻ്റെ ധന്യമായ നാമത്തിൽ തന്നെ ആമേൻ.